അസമിലെ കോൺഗ്രസിന്റെ അവസ്ഥ അല്പം ദയനീയമാണ്. കാരണം ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. അത്രയും ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് അസം മാറിയിരിക്കുകയാണ്. അതൊരു ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ എന്നതിനേക്കാൾ ഉപരി ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന ജനവിഭാഗക്കാരും തനത് അസമിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്രണ്ടേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അസമിലെ ഇലക്ഷനും കുറേ കാലങ്ങളായി വർഷങ്ങളായിട്ട് ആ രീതിയിലാണ് പോകുന്നത്. കാരണം അനധികൃത ബംഗ്ലാദേശികൾ പല ജില്ലകളിലും വന്ന് ഇന്നിപ്പോൾ ഭൂരിപക്ഷമായിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ഈ ഒരു കുടിയേറ്റം, അനധികൃതമായുള്ള കുടിയേറ്റം അസമിൽ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ബരാക് വാലി, അതുകൂടാതെ തന്നെ ലോവർ ആസാം, ഈ രണ്ട് റീജിയനിലായിട്ട് 8 ജില്ലകളിൽ ബംഗ്ലാദേശി മിയ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അസം ശരിക്കും ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അസമിൽ മുസ്ലിങ്ങളുണ്ട്, അസമി ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ അഹോമി എന്ന് പറയുന്ന വിഭാഗക്കാരായുള്ള മുസ്ലിങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ വലിയ സ്വാധീനമില്ല. കാരണം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഒരു നയം അത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ സമീപകാലത്തൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് അസം പോയിക്കൊണ്ടിരിക്കുന്നത്. തരുൺ ഗൊഗോയ് അസമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 15 വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്ന് അസമിലെ വിവിധ മേഖലകളിലുണ്ടായത്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോവർ അസമിലാണ് കൂടുതലായിട്ടുള്ള കുടിയേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ലോവർ അസമിലും ബരാക് വാലിയിലും നിർണായക ശക്തികളാണ് ഈ മിയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ബംഗ്ലാദേശി ഒറിജിനായ മുസ്ലിം വിഭാഗക്കാർ. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ച് പരമാവധി വോട്ട് നേടി അധികാരത്തിൽ തിരിച്ചു വരാനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഭുപേൻ ബോറ എന്ന് പറയുന്ന സംസ്ഥാനത്തെ പ്രമുഖനായ മുൻ PCC അധ്യക്ഷനൊക്കെ ആയിരുന്ന ഒരു മാസ് ലീഡറായ നേതാവ് പാർട്ടി വിടാൻ കാരണം. നിലവിൽ അസമിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഹിന്ദു നേതാക്കൾക്ക് വലിയ ഭാവിയില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. റക്കിബുൾ ഹുസൈൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി ഒറിജിനായ കോൺഗ്രസ് ലീഡർ ദുബ്രിയിൽ നിന്നുള്ള MP ആണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. കാരണം റക്കിബുൾ ഹുസൈൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മേഖലയിൽ, ഈ മിയ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അസമിലെ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. മിയ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ലോവർ ആസാമിലെയും ബരാക് വാലിയിലെയും പിന്നെ സെൻട്രൽ ആസാമിലെ ചില മണ്ഡലങ്ങൾ, ഈ മേഖലയിൽ പരമാവധി നേട്ടം കൊയ്യുക, പരമാവധി സീറ്റുകൾ നേടുക, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒക്കെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ BJP വിരുദ്ധ അസമിലെ ഹിന്ദുക്കളുടെ വോട്ടുകൾ അതുകൂടി കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ഭാഗത്ത് പോളറൈസേഷൻ നടക്കുമ്പോൾ അപ്പുറത്ത് കൗണ്ടർ പോളറൈസേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് BJP അപ്പർ ആസാമിലും സെൻട്രൽ ആസാമിലും പിന്നെ നോർത്ത് ആസാമിലൊക്കെ നേടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. AGPയും അതുകൂടാതെ BPF എന്ന് പറയുന്ന ബോഡോ പാർട്ടിയും BJPക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആവില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും റാക്കിബുൾ ഹുസൈൻ എന്ന് പറയുന്ന ലീഡർ, ഇന്ന് കോൺഗ്രസിലെ അസമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പറയുന്ന റാക്കിബുൾ ഹുസൈനാണ്. റാക്കിബുൾ ഹുസൈൻ അത്രയും ശക്തനാകാൻ ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുബ്രി മണ്ഡലത്തിൽ ബദ്രുദ്ദീൻ അജ്മലിനെ 3 തവണ തുടർച്ചയായിട്ട് ജയിച്ച ബദ്രുദ്ദീൻ അജ്മൽ AUDFന്റെ നേതാവിനെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് റാക്കിബുൾ ഹുസൈൻ തോൽപ്പിച്ചത്. 10 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് റാക്കിബുൾ ഹുസൈൻ ദുബ്രി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. അതിനുശേഷം ഒരു മുടിചൂട മന്നനായിട്ട് അസമിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു നേതാവായിട്ട് റാക്കിബുൾ ഹുസൈൻ മാറിയിട്ടുണ്ട്. തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയാണ് പാർട്ടി പ്രസിഡന്റ് എങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് റാക്കിബുൾ ഹുസൈനാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഭുപേൻ ബോറ പറഞ്ഞിരിക്കുന്നത്. കാരണം അസമിലെ കോൺഗ്രസ് ഇപ്പോൾ റാക്കിബുൾ ഹുസൈൻ്റെ കൺട്രോളിലാണ്. കാരണം അദ്ദേഹം വളരെ ശക്തനാണ്. മിയ മുസ്ലിങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് റാക്കിബുൾ ഹുസൈൻ. ബംഗ്ലാദേശി വിഭാഗക്കാരനാണ്. ഒറിജിൻ അദ്ദേഹത്തിൻ്റേത് ബംഗ്ലാദേശിലാണ്. സിൽഹട്ട് ജില്ലക്കാരനാണെന്നാണ്, ബംഗ്ലാദേശിലെ സിൽഹട്ട് മേഖലയിൽ നിന്നുള്ള ആളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റാക്കിബുൾ ഹുസൈനാണ് ഇപ്പോൾ അസമിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗക്കാർക്കിടയിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ലീഡറാണ് റാക്കിബുൾ ഹുസൈൻ. റാക്കിബുൾ ഹുസൈൻ ശരിക്കും ഒരു മിയ മുസ്ലിം നേതാവാണ്. അപ്പം ഒരു ഭാഗത്ത് റാക്കിബുൾ ഹുസൈനൊപ്പം പൂർണ്ണമായിട്ടും പാർട്ടിയെ വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കൾ അകലുന്നു എന്നുള്ളതാണ്. ഓൾറെഡി BJPക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അസമിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച്. അത് കൂടുതൽ ഏതാണ്ട് ഒരു 80%
80% വരുന്ന ഒരു വിഭാഗം, ഹിന്ദുക്കളിലെ 80% വരുന്ന ഒരു വിഭാഗം BJP പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതനുസരിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ് വിവിധ ഒപ്പീനിയൻ പോൾസിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഇപ്പോൾ ബംഗാളിൽ എങ്ങനെയാണോ മമതാ ബാനർജിയെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ അസമിലെ ഹിന്ദുക്കൾ ഈ പറയുന്ന BJPക്കൊപ്പം നിൽക്കുന്നു. അത് കൂടുതൽ അതിന് കാരണമാകുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിലവിൽ ഹിന്ദു നേതാക്കൾക്ക് അസമിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതാണ് ഭൂപേൻ ബോറ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിലെ ഹിന്ദു നേതാക്കളെ എല്ലാം സൈഡ് ലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ഭൂപേൻ ബോറ എന്ന് പറഞ്ഞാൽ അപ്പർ ആസാമിൽ നിന്നുള്ള ഒരു നേതാവാണ്, ഒരു ഹിന്ദു മുഖമാണ്, കോൺഗ്രസിൻ്റെ ഒരു ഹിന്ദു മുഖമാണ്. അപ്പം അത്തരം ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നഷ്ടപ്പെടുന്നത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പിന്നെ ഡീലിമിറ്റേഷൻ എക്സസൈസിന് ശേഷം 2023 ഡീലിമിറ്റേഷൻ ശേഷം ഈ ലോവർ ആസാമിലെയും അതുകൂടാതെ ബരാക് വാലിയിലെയും മണ്ഡലങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു 25 മണ്ഡലങ്ങളിലാണ് മുസ്ലിങ്ങൾക്ക്, മിയ മുസ്ലിം വിഭാഗക്കാർക്ക് നിർണായക സ്വാധീനമുള്ളത്. നേരത്തെ അതൊരു 35 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും BJPക്ക് അനുകൂലമാകും. ഇത്തവണ അപ്പർ ആസാം, സെൻട്രൽ ആസാം, നോർത്ത് ആസാം ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന BJP സഖ്യം മിക്കവാറും ലോവർ ആസാമിലും അതുകൂടാതെ ബരാക് വാലിയിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറിയിലേക്ക് ഹിമന്ത ബിശ്വ ശർമ്മയും BJPയും അസമിൽ പോകാനുള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ, അസമിലെ പ്രമുഖ നേതാവായ തരുൺ ഗൊഗോയുടെ മകനായ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്, പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം അസമിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പൊതുവെ പറയുന്നത്, പൊളിറ്റിക്കൽ അനലിസ്റ്റുകളെല്ലാം പറയുന്നത്, വോട്ടറിൻ്റെ യശ്വന്ത് ദേശ്മുഖ് ആണെങ്കിലും അമിതാഭ് തിവാരി ആണെങ്കിലും ഇവരെല്ലാം സൂചിപ്പിക്കുന്നത് നിലവിൽ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രോ ഇൻകംബൻസി വേവ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ള മുഖ്യമന്ത്രി എക്സ്ട്രീംലി പവർഫുൾ ആണ്, എക്സ്ട്രീംലി പോപ്പുലറാണ്. പ്രത്യേകിച്ച് അസമിലെ ഹിന്ദു ജനങ്ങൾക്കിടയിലും ഈവൻ അസമി മുസ്ലിങ്ങൾക്കിടയിലും, തനത് അസമി മുസ്ലിങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം BJPക്ക് അസമിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണ്. കഴിഞ്ഞ തവണ BJPക്ക് 60 സീറ്റും മൊത്തത്തിൽ സഖ്യത്തിന് 15 സീറ്റും കൂടെ ആയിട്ട് 75 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസും AUDFും ഒരുമിച്ചാണ് മത്സരിച്ചത്. അങ്ങനെ 50 സീറ്റുകളോളം ലഭിച്ചു. പക്ഷേ ഇനി ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തവണ AUDFും കോൺഗ്രസും ഒരുമിച്ചല്ല മത്സരിക്കുന്നത്. അതുമാത്രമല്ല AUDF എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബദറുദ്ദീൻ അജ്മലിൻ്റെ വമ്പൻ തോൽവിയൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസും AUDFും തമ്മിലായിരിക്കും പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതായത് മിയ മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടിയുള്ള ഒരു മത്സരം, അതിനുപരിയായിട്ടുള്ള ഒരു മത്സരം കോൺഗ്രസിന് നടത്താനോ അല്ലെങ്കിൽ കോൺഗ്രസിന് കാഴ്ചവെക്കാനോ പറ്റുന്നില്ല എന്നതാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ വിലയിരുത്തപ്പെടുമ്പോൾ ആരും അസമിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഭൂപേൻ ബോറയെ പോലുള്ള ഒരു ടോൾ ലീഡർ, ഒരു മാസ് ഹിന്ദു ലീഡർ പാർട്ടി വിട്ടിരിക്കുന്നത്. അതും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം ചേർന്ന് പുതിയൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഭൂപേൻ ബോറയുടെ ഒരു അനുഭവ പരിചയവും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് BJP അവിടെ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കൂടിയാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. കാരണം കൃത്യമായൊരു സ്ട്രാറ്റജി പോലും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്. അതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അസം.